ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശരിക്കും യഥാർത്ഥമായിട്ടുള്ള പേര്? അല്ലെങ്കിൽ പരിശുദ്ധ റൂഹ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പേരെന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ? പരിശുദ്ധാത്മാവ് എന്നുള്ള പേര് മലയാളത്തിൽ വളരെയധികം സാമാന്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. എപ്പോഴും അത് ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കൂടുതലും ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന പേരാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ മനസ്സിലാക്കി തരാൻ ചിലപ്പോൾ ആ പേരിന് കഴിഞ്ഞെന്ന് വരില്ല. സുറിയാനിയിൽ നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പേരുണ്ട്. നമ്മൾ ലുത്തിനിയാലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, റൂഹാദ് ഖുദിശ എന്നൊരു പേര്. നമുക്ക് ഇപ്പോൾ അത്ര സുപരിചിതമല്ല, പക്ഷേ എങ്കിലും ഇന്ന് കുറേയധികം പേര് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. നല്ലൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, ദൗത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കിട്ടും. റൂഹ എന്നുള്ള സുറിയാനി വാക്കിൻ്റെ അർത്ഥം സ്പിരിറ്റ്, ആത്മാവ് എന്നൊക്കെയാണ്. ആത്മാവെന്ന് പറയില്ല, അരൂപി എന്ന രീതിയിൽ മനസ്സിലാക്കാം. ദ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രൊപ്പോസിഷനായിട്ട് വരാം. അതിൻ്റെ അർത്ഥം ഓഫ്, ഇൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്ന. കുദിശ, കന്ദീശ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധി. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പരിശുദ്ധിയുടെ ആത്മാവ് എന്നാണ് റൂഹാദ് ഖുദിശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള പദം അല്ലെ ഹോളി സ്പിരിറ്റ് എന്നുള്ള വാക്ക്, ദ സ്പിരിറ്റ് ഹൂ ഈസ് ഹോളി, അല്ലെങ്കിൽ നമ്മൾ ഹോളി വാട്ടർ എന്നൊക്കെ പറയും, വിശുദ്ധ ജലം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദ വാട്ടർ ദാറ്റ് ഈസ് ഹോളി, വിശുദ്ധമായ ജലം എന്ന അർത്ഥമേ അതിന് വരുന്നുള്ളൂ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴത്തേക്കും പരിശുദ്ധമായ ആത്മാവ് എന്നുള്ള അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ റൂഹാദ് ഖുദിശ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് വിശുദ്ധിയുടെ ആത്മാവ് എന്നാണ്. സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്ന് വെച്ചാൽ വിശുദ്ധീകരിക്കുന്ന ആത്മാവ്. ആ റൂഹായാണ്, അല്ലെങ്കിൽ പരിശുദ്ധാരൂപിയാണ് വിശുദ്ധി നമുക്ക് നൽകുന്നത്, വിശുദ്ധീകരിക്കുന്നത് ആത്മാവ്. അല്ലാതെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ദ സ്പിരിറ്റ് ഹൂ ഈസ് ഹോളി എന്നുള്ള ആ അർത്ഥം വരുമ്പോൾ പരിശുദ്ധ റൂഹ നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നമ്മളെ ശുദ്ധീകരിക്കുന്നു, പാപത്തിൽ നിന്നും മറ്റ് കറകളിൽ നിന്നെല്ലാം വിശുദ്ധീകരിച്ച് നിർമ്മലമാക്കി മാറ്റുന്ന ദൗത്യം. അതാണ് റൂഹാദ് ഖുദിശ എന്നുള്ള പരിശുദ്ധ റൂഹായുടെ നാമം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പേര് കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങാം. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് റൂഹായാൽ നവീകരിക്കപ്പെടുന്ന പുതിയ ഒരു പെന്തക്കോസ്ത ദിനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.